ഹലോ, അസ്സാം വലൈക്കും. മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൻ ജോസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി വോയിസൊക്കെ ഇട്ടിട്ട്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും സമ്പത്തും മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഇത് നമ്മളെ നാട്ടിലൊക്കെ കടപ്പുറത്തുനിന്ന് എല്ലാവരും ഒഴിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇതിപ്പോൾ കടലിൻ്റെ ആഴങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഭയങ്കര കടലായിരുന്നു ഈ ഭാഗമൊക്കെ. ഇപ്പം ഇവിടെ ബിൽഡിങ്ങുകളും വില്ലകളും ഒരുപാട് താമസക്കാരായി ഇവിടെ. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. ഒരു 2 തിരമാല അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെ കൊഴിപ്പിച്ച് വേറെ സ്ഥലങ്ങൾക്ക് കൊണ്ടുപോകും. ഇവിടെ നേരെ മറിച്ചും. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇതിനൊക്കെ പാഠങ്ങൾ പഠിക്കാന്ന് വെച്ചാൽ നമ്മളെ തോൽക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ, ജയിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തിനെ നമുക്ക് കീഴടക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. എന്നാലും നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ അതിൽ കൂടെ ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്തും നേരിടാം എന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നത്. കാരണം ഇത് നടുക്കടലായിരുന്നു. ഞാനൊക്കെ വരുന്ന സമയത്ത് ഇതിലൊക്കെ ഷിപ്പുകൾ പോരുന്നതാണ്. വലിയ വലിയ കപ്പലുകൾ പോരുന്ന സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നികത്തി റോഡാക്കിയത്. ശരിക്കും പറഞ്ഞാൽ കടൽ തീരത്ത് നിന്നും ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുള്ള സ്ഥലമുണ്ടത്. ഇപ്പോൾ ദുബായിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ കമൻറ്റുകളുണ്ടാവും, ചിലപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണെന്നുള്ളത്. കണ്ട കൂറ്റൻ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ നല്ല നല്ല വില്ലകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദുബായിലെ UAE കാര്യങ്ങൾ. ഭയപ്പെടാതെ മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ളതിന് ഒരു ചെറിയൊരു ഉദാഹരണം ഇട്ടത്. ചെറിയ ഉദാഹരണമല്ല, വലിയ ഉദാഹരണം. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദ്വീപിൽ ഇത് പാം ജുമേറ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ താമസമുണ്ട്. വില്ലകളായാലും ഫ്ലാറ്റായാലും അതുപോലെ ഹോട്ടൽ, അപ്പാർട്ട്മെൻറ്റ്, ഒരുപാട് വിസിറ്റേഴ്സുകൾ വന്നു പോകുന്ന സ്ഥലമാണത്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വിസിറ്റേഴ്സ് വന്ന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണത്. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ളവർക്കൊക്കെ ഇതറിയാൻ പറ്റും. ഈ സ്ഥലങ്ങളൊക്കെ അറിയാം. അവർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇത് ദുബായ് കാണാത്ത ആളുകൾക്ക് ഉള്ള ഒരു വീഡിയോ ഉണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.